നിങ്ങൾ കാളികുളങ്ങര ക്ഷേത്രത്തിലെ തെണ്ട് കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിനടുത്ത് പരമ്പരാഗതമായിട്ട് തെണ്ട് ചുടുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് തെണ്ടുണ്ടാക്കുന്നത് കാണാൻ പോകുന്നത്. തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ വീഡിയോ എടുക്കാനും പറ്റിയത്. പല വീഡിയോയിലും തെണ്ട് ചുടുന്നത് കാണിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ഷമ വേണ്ടുന്ന പണിയാണ് കേട്ടോ ഇത്. തെണ്ടുണ്ടാക്കുന്നതിൻ്റെ ഡേ 1 കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. നല്ല ഹാർഡായ കവുങ്ങിൻ തളയെ 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി തൊലിച്ചെത്തി ഒരു ബട്ടർ പേപ്പർ പോലെയാക്കും. അതേസമയം അപ്പുറത്ത് ചേച്ചിമാർ മാവിന് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം കലക്കി വയ്ക്കും. ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് ഇതിങ്ങനെ ഈ ഓപ്പൺ എയറിൽ വെച്ച് ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ. ചേട്ടൻ്റെ 18 വയസ്സ് മുതലാണ് ചേട്ടനത് ചെയ്തു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. പിന്നെ കലം വയ്ക്കലും തെണ്ട് ചുടലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാറ്റിന് വരെ നല്ല മധുരമുള്ള മണാട്ടോ. ഇവർ ഓർഡർ അനുസരിച്ചും തെണ്ട് ചുട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. കാൽത്തണ്ട്, കൈത്തണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ വരുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇതെല്ലാം വരും തലമുറയും ഭാവിയിലും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എടുത്തു പറയേണ്ടത് അത്ര ചിട്ടയിലും വൃത്തിയിലുമാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. കാളികുളങ്ങര ക്ഷേത്രത്തിന്റെ പല ഐതിഹ്യങ്ങളും പ്രത്യേകതകളും ഒക്കെയാണ് ചേച്ചിമാർ എനിക്ക് പറഞ്ഞു തരുന്നത്. അതിങ്ങനെ കേട്ടിരിക്കാൻ തോന്നിപ്പോ. ഈ തെണ്ടിന്റെ അടുത്ത പ്രോസസ്സ് വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും. ബാക്കി അടുത്ത വീഡിയോയിൽ.